തമിഴ്നാട് കള്ളാക്കുറിച്ചിയിൽ വ്യാജമദ്യ ദുരന്തം 13 പേർ മരിച്ചു. 90-ലധികം പേർ ഇപ്പോൾ ചികിത്സയിലാണ്. വ്യാജമദ്യം വിറ്റ 2 പേർ അറസ്റ്റിലായിട്ടുണ്ട്. സംഭവത്തിൽ കളക്ടർ ശ്രാവൺകുമാറിനെ സ്ഥലം മാറ്റി. പോലീസ് സൂപ്രണ്ട് സമയ് സിംഗ് മീനയെ സസ്പെൻഡ് ചെയ്തു. വ്യാജമദ്യം കുടിച്ചതാണ് ദുരന്തത്തിന് കാരണമെന്ന് സംശയിക്കുന്നതായി തമിഴ്നാട് സർക്കാർ പറഞ്ഞു. കേസ് CBCID അന്വേഷിക്കും. മനേഷ് മൂർത്തി ചെന്നൈയിൽ ചേർന്നു. മനേഷ്, എന്താണ് സംഭവിച്ചതിൽ സ്ഥിരീകരണം വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടേണ്ടതുണ്ടോ? വളരെ കൃത്യമായ നടപടികൾ ഇതിൽ പിന്നാലെ സർക്കാർ എടുക്കുന്നു. കളക്ടർ സ്ഥലം മാറ്റുന്നു, SP സസ്പെൻഡ് ചെയ്യുന്നു. പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? സുഹൈൽ, മരണം 13 എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അത് കള്ളാക്കുറിച്ചി ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന 2 പേരുടെ മരണം കൂടി ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് വ്യാജമദ്യം കഴിച്ചാണോ ഈ മരണം എന്നുള്ളത് ഇനിയും സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. സർക്കാർ അത്തരത്തിലൊരു സംശയം മാത്രമാണ് ഈ ഒരു ഘട്ടത്തിലും പറയുന്നത്. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. അത് അല്പസമയം മുമ്പ് ആരോഗ്യമന്ത്രി കള്ളാക്കുറിച്ചി സർക്കാർ മെഡിക്കൽ കോളേജിലുള്ള മൃതദേഹങ്ങൾ വളരെ വേഗത്തിൽ ഇന്ന് രാത്രിയിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്താനുള്ള ഒരു നിർദ്ദേശം എന്തായാലും നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ പോസ്റ്റ്മോർട്ടം കഴിയുന്നതോടുകൂടി തന്നെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകും. ഇത് വ്യാജമദ്യം തന്നെയാണോ ഇതിന്റെ മരണങ്ങളുടെ കാരണമെന്നുള്ളത്. എന്തായാലും 13 മരണങ്ങൾ ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നു. 63 പേരാണ് കള്ളാക്കുറിച്ചി സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. മാത്രമല്ല, പുതുച്ചേരിയിലെ ജിപ്മർ ആശുപത്രിയിൽ 16 പേരുണ്ട്. വിഴുപ്പുരത്ത് 13 പേർ ചികിത്സയിലുണ്ട്. സേലത്തും സമാനമായ രീതിയിൽ ആളുകൾ ചികിത്സയിലുണ്ട്. അങ്ങനെ ഏകദേശം 80ഓളം ആളുകൾ ഇപ്പോഴും ചികിത്സയിലുണ്ട്. ഇതിൽ ചിലരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കയ്ക്കിടയാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇന്നിപ്പോൾ രാവിലെയാണ്, അതായത് ഇന്നലെ രാത്രിയിലാണ് ഈ എല്ലാവരും മദ്യം കഴിച്ചത്. ഇന്ന് രാവിലെയാണ് 2 പേരെ, ഈ കാരുണ്യപുരം എന്ന് പറയുന്ന സ്ഥലത്തുള്ള 2 പേരെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അത് പ്രവീൺ, സുരേഷ് ബന്ധുക്കളാണ് ഇവരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ഇവർ വളരെ വേഗത്തിൽ ഇവർക്ക് മരണം സംഭവിച്ചു. അതിനുശേഷം തന്നെ പ്രദേശവാസികളുടെ ശേഖർ, അതുപോലെ തന്നെ ജഗദീശൻ, ഈ 2 പേരുടെയും മരണം കൂടി സ്ഥിരീകരിക്കപ്പെടുന്നത്. ഒരേ സ്ഥലത്തുള്ള 4 പേരുടെ മരണമാണ് ഈ വ്യാജമദ്യ ദുരന്തത്തിലേക്ക് വിരൽ ചൂണ്ടിയതും പിന്നീട് അവിടെ നടത്തിയ അന്വേഷണത്തിലാണ് കൃത്യമായ അർത്ഥത്തിൽ ഈ മദ്യം കഴിച്ച എല്ലാവരും തന്നെ ആശുപത്രിയിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്തായാലും വൈകിട്ടാവുമ്പോഴേക്കും ഏകദേശം 90ഓളം പേര് വിവിധ ആശുപത്രികളായി ചികിത്സ തേടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അതിനുശേഷമാണ് ഈ പറഞ്ഞ മരണങ്ങളെല്ലാം തന്നെ സംഭവിക്കുന്നത്. വൈകിട്ടോടു കൂടിയാണ് ഇപ്പോൾ 2 മരണങ്ങൾ കൂടി രാത്രിയോടുകൂടി 2 മരണങ്ങൾ കൂടി സ്ഥിരീകരിക്കുന്നു. അത് കള്ളാക്കുറിച്ചിയിൽ തന്നെ ചികിത്സയിലുണ്ടായിരുന്ന 2 പേരാണ്. അങ്ങനെ 13 മരണം ഇതുവരെ സ്ഥിരീകരിക്കുന്നു. ചികിത്സയിലുള്ള ചിലരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്ന കാര്യങ്ങളുണ്ട്. എന്തായാലും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നടപടി എടുത്തു തുടങ്ങിയിട്ടുണ്ട്. കളക്ടറെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല, SP സസ്പെൻഡ് ചെയ്തു. SP മാത്രമല്ല, കാരുണ്യപുരം ഉൾപ്പെടുന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള 9 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ ഒരു എക്സിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സംഭവത്തിൽ കുറ്റക്കാരായ ആരാണെങ്കിലും ശരി, അത് ഈ വ്യാജമദ്യം വിറ്റവരാണെങ്കിലും ശരി, അതല്ലെങ്കിൽ ഉദ്യോഗസ്ഥരാണ്, ഇത് പരിശോധിക്കാത്ത ഉദ്യോഗസ്ഥരാണെങ്കിലും ശരി, അവർക്കൊക്കെതിരെയൊക്കെ കർശനമായ നടപടി ഉണ്ടാകും. ഇനി ഇത്തരത്തിലൊരു ദുരന്തം എന്തായാലും ആവർത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രി പറയുകയും ചെയ്യുന്നു. എന്തായാലും നാളെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികൾ ഉണ്ടാകും. ഇന്ന് രാത്രിയിൽ തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തീകരിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മനേഷ് മൂർത്തിയാണ് വിശദാംശങ്ങൾ നൽകിയത്. പൊലിഞ്ഞത് 13 ജീവനുകളാണ്. ഇത്തരത്തിലുള്ള പല ദുരന്തങ്ങളും വിളിച്ചു വരുത്തുന്ന ദുരന്തങ്ങളാണ്. സ്വയം നിയന്ത്രണം ഇത്തരം കാര്യങ്ങളിൽ അനിവാര്യവുമാണ്.